നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പരമേശ്വരൻ എഴുതി വെച്ച വിൽപ്പത്ര പ്രകാരം ഇനി കണിമംഗലത്ത് പിറക്കാൻ പോകുന്ന കുഞ്ഞാണ് കണിമംഗലത്തിന്റെ രാജകുമാരൻ. കാര്യം ശരിയാ. കൽപ്പന അവന്റെ കൂടെ ജീവിക്കുന്ന തന്നെ ഒരു ത്യാഗമാ. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ചില നേരത്ത് അവൾ അവനോട് പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ, ചില നേരത്തെ അവളുടെ പ്രവൃത്തികളുണ്ടല്ലോ, അത് ജീവനുള്ള ഒരു മനുഷ്യനും താങ്ങാൻ പറ്റില്ല. ഈ നിലയ്ക്കാണ് അവളുടെ പെരുമാറ്റമെങ്കിൽ ഒരു ദിവസം എന്തെങ്കിലും ചെയ്ത് അവൻ അവസാനിച്ചു കളയും. എനിക്ക് പേടിയുണ്ട് മോളെ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല മുത്തശ്ശി. ഏട്ടൻ ഈ അവസ്ഥയിൽ നിന്ന് മാറില്ല എന്ന് നമ്മൾ ആരും വിശ്വസിക്കരുത്. മറിച്ച് ചിന്തിക്കേണ്ടത് ഏട്ടൻ തിരിച്ചു വരും. അതിനുള്ള ചികിത്സ എവിടെയെങ്കിലും ഉണ്ടാവും. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യൻ ദൈവമല്ലേ? ഭഗവാൻ ഒരു കാര്യം തീരുമാനിച്ച അത് തിരുത്താൻ മനുഷ്യനെ കൊണ്ട് പറ്റുമോ? ഏട്ടന്റെ നല്ല മനസ്സ് മതി മുത്തശ്ശി ഏട്ടന് മരുന്നായിട്ട്. ഇതുവരെ എവിടെ കൊണ്ടുപോയി എന്തെല്ലാം ചികിത്സിച്ചു അതൊന്നും കാര്യാക്കണ്ട. പുതിയ ചികിത്സ തുടങ്ങാൻ നമ്മളൊക്കെ ഏട്ടന്റെ കൂടെ നിൽക്കണം. പ്രധാനമായിട്ട് കൽപ്പനയെടുത്തി. അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. ആത്മവിശ്വാസത്തോടെ അവൾ അവന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനു മുന്നേ അവന് ഭേദമാവുമായിരുന്നു. അവൾ അവനെ തീർത്ത് ഉപേക്ഷിച്ച രീതിയില്. പിന്നെ സ്വന്തം കുടുംബത്തിന്റെ അന്തസ് കെടുത്താതിരിക്കാൻ ഇങ്ങനെ നടക്കുന്നു മാത്രം. അതൊന്ന് മാറ്റിയാലോ നമുക്ക്? കൽപ്പന എടുത്ത് ഏട്ടനെ സ്നേഹിച്ചു തുടങ്ങിയാലോ? ഏട്ടന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയാലോ? ഏട്ടൻ എഴുന്നേറ്റ് നടക്കണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിച്ചാലോ? സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയാണോ നീ? അല്ല, ഇതൊക്കെ നടക്കും. ഞാൻ മുത്തശ്ശിയുടെ ഒരു കാര്യം പറഞ്ഞുതരാം. അതുപോലെ മുത്തശ്ശി ചെയ്താ മതി. എന്താ? അത് കൊള്ളാലോ മോളെ. ഇതുവരെ ഇവിടെ ആർക്കും ഇങ്ങനൊരു കാര്യം തോന്നിയിട്ടില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ കുട്ടി? എന്റെ മനസ്സിൽ തോന്നിയൊരു കുഞ്ഞ ഐഡിയ പറഞ്ഞേ ഉള്ളൂ. നടക്കുമെന്ന് നോക്കാം. എന്നാ നാളെ തന്നെ നമ്മൾ ഈ പരീക്ഷണം നടത്തും. നിന്നെ എന്താ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്നോന്ന് അറിയോ? നീ നിന്റെ സന്തോഷം മാത്രമല്ല ചിന്തിക്കുന്നേ, ചുറ്റുപാടുമുള്ള എല്ലാവരുടെയും സന്തോഷം. അതിനു വേണ്ടി എത്ര കഷ്ടപ്പെടാനും നിനക്ക് ഒരു മടിയുമില്ല. ഭഗവാന്റെ കുട്ടിയാ നീ, കേട്ടോ? മോളെ രാധികേ, കണിമംഗലം കുടുംബത്തിന്റെ ഏറ്റവും വലിയ രഹസ്യമാ മുത്തശ്ശി മോളോട് പറയാൻ പോകുന്നു. അത് വേറെ ആരുടെയും കാതിലെത്തരുത്. അയ്യോ മുത്തശ്ശി, അത്രയും വലിയൊരു കാര്യമാണെങ്കിൽ എന്നോട് പറയണ്ട. എനിക്ക് പിന്നെ അതൊരു ഭാരമാവും.
മോൾ അറിയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓ കണിമംഗലത്തിന്റെ സമ്പത്തിനെ കുറിച്ചാ മുത്തശ്ശി പറയുന്നത്. ഓ അതായത് പരമേശ്വരൻ ഒരു വിൽപ്പത്രം എഴുതി വച്ചിട്ടുണ്ട്. അതിലാണ് ആർക്കൊക്കെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് എഴുതി വച്ചിട്ടുള്ളത്. ആണോ മുത്തശ്ശി? അതെ, കാലാകാലങ്ങളായിട്ട് രാജകുടുംബത്തിന്റെ ശീലം അതേപടി പിന്തുടരുന്ന ശീലമാ നമ്മുടേത്. എന്നുവച്ചാ ഓരോ തലമുറയിലും ഒരവകാശി ഉണ്ടാവും. സ്വത്തിന്റെ കാര്യമൊക്കെ ആ ഒരാളിൽ മാത്രമാ ഉണ്ടാവുക. ബാക്കിയുള്ളവർക്കൊക്കെ വേണ്ടതൊക്കെ കൊടുക്കും. പക്ഷേ കണിമംഗലത്തിന്റെ പിന്തുടർച്ചാവകാശി അങ്ങനെ ഒരാളിലായിരിക്കും. പരമേശ്വരൻ എഴുതി വെച്ച വിൽപ്പത്രപ്രകാരം ഇനി കണിമംഗലത്ത് പിറക്കാൻ പോകുന്ന കുഞ്ഞാണ് കണിമംഗലത്തിന്റെ രാജകുമാരൻ. കണിമംഗലത്തിന്റെ എല്ലാ സ്വത്തും കൈകാര്യം ചെയ്യുന്ന ആള്. സൂര്യയ്ക്കും കൽപ്പനയ്ക്കും ഒരു കുട്ടി പിറന്നിരുന്നെങ്കിൽ ആ കുഞ്ഞായിരുന്നേനെ കണിമംഗലത്തിന്റെ വരുംകാല അവകാശി. പക്ഷേ അതിന് ഭാഗ്യമില്ലല്ലോ. അങ്ങനെ വന്നാല് വരുണിന് പിറക്കുന്ന കുഞ്ഞ് അടുത്ത അവകാശിയാവും. സൂര്യയുടെ കുഞ്ഞായാലും വരുണിന്റെ കുഞ്ഞായാലും എല്ലാം ഒരുപോലെയല്ലേ? പക്ഷേ രാജയോഗം എന്ന് പറഞ്ഞതുണ്ടല്ലോ, അതാർക്കാ വിധിച്ചിരിക്കുന്നതെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയൂ. ഞാൻ ആ കുഞ്ഞിനെ കാത്തിരിക്കുക മോളെ, കണിമംഗലത്തിന്റെ അവകാശിയായ ആ കുഞ്ഞിനെ. മോളെ, നിന്റെ ബുദ്ധി ഏറ്റവുന്നാ തോന്നുന്നേ. കൽപ്പന പോയ പോക്ക് കണ്ടില്ലേ? നമ്മളെ പ്രതീക്ഷ നടക്കും മുത്തശ്ശി. പ്രതീക്ഷിക്കാത്ത ചിലത് നടക്കും. മുത്തശ്ശി നോക്കിക്കോ. കൽപ്പനേച്ചിയും ഏട്ടനെ ഒരുമിക്കാൻ വേണ്ടി മാത്രമല്ല, പ്രിയങ്കയും വരണം ഒരുമിക്കാൻ ഇത് കാരണമാവും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.